നമ്മുടെ സ്നേഹക്കൂട് എന്ന ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികൾ ഷൂട്ട് ചെയ്തതാണ്. പുളിയല്ലേ? ഇതിൽ ഈ എത്ര വയസ്സുണ്ടെന്ന് അറിയോ? നമ്മുടെ അമ്മച്ചിക്ക് 92 വയസ്സുള്ള അന്നക്കുട്ടി അമ്മയും 89 വയസ്സുള്ള വർഗീസ് അച്ഛനുമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. 92 വയസ്സുള്ള അമ്മയ്ക്ക്. അഴകിയ രാവണൻ സിനിമയിലെ തകർപ്പൻ രംഗമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ഇന്ന് വളരെ വൈകാരികമായ ആ രംഗം ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ സിനിമയുടെ സംവിധായകൻ കമൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീ കമൽ സാർ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ താരങ്ങൾ, പുതിയ താരങ്ങൾ കൂടി നമുക്കൊപ്പം തത്സമയമുണ്ട്. അന്നക്കുട്ടി അമ്മയുണ്ട്, വർഗീസ് അച്ഛനും ഉണ്ട്. വളരെ സന്തോഷം. രണ്ടുപേർക്കും വലിയ നമസ്കാരം. ഞാൻ ഈ വീഡിയോ കണ്ട് സത്യത്തിൽ അത്ഭുതപ്പെട്ടു. ഇപ്പൊ അരുൺ പറഞ്ഞപ്പോഴാണ് പ്രായം അറിഞ്ഞത്. അമ്മക്ക് 92 വയസ്സെന്ന് പറയുമ്പോഴേ ചേട്ടന് 89 അല്ലേ? അയ്യോ, അത് വലിയ സംഭവം തന്നെയാണ്. നിങ്ങൾ ഇത്രയും സൂക്ഷ്മമായിട്ട് എന്ത് മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. എന്തായാലും വലിയ വലിയ സന്തോഷം. ഇതിങ്ങനെ കാണാൻ കഴിഞ്ഞതിന് വലിയ സന്തോഷം. ഞാൻ നിങ്ങളുടെ വേറെ 1-2 വീഡിയോകൾ കണ്ടു. എന്താണ് മറ്റേ നിവിൻ പോളി അഭിനയിച്ച ഒരു പടത്തിൽ ഇതേപോലെ കണ്ടിരുന്നു ഞാൻ. എല്ലാം നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഈ അന്നക്കുട്ടി അമ്മ കേൾക്കുന്നുണ്ടോ കമൽ സാറ് പറഞ്ഞത്? കേൾക്കുന്നുണ്ടോ? വർഗീസ് അച്ഛന് കേട്ടുവോ ഞാൻ പറഞ്ഞത്? കേൾക്കുന്നുണ്ട്. അപ്പുറത്ത് പറഞ്ഞത് കമൽ സാറാണ്. കമൽ സാറിനെ അറിയില്ലേ? ഈ സിനിമ സംവിധാനം ചെയ്തത് കമൽ സാറാണ്. അറിയാം. ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ? അഴകിയ രാവണൻ. അഴകിയ രാവണൻ കണ്ടിട്ടുണ്ട്. അമ്മ കണ്ടിരുന്നോ? അന്നക്കുട്ടി അമ്മ കണ്ടിട്ടുണ്ട്. സിനിമ കണ്ടിട്ടുണ്ട് അല്ലേ? അന്നക്കുട്ടി അമ്മയ്ക്ക് സിനിമയൊക്കെ കാണുന്നത് ഇഷ്ടമാണോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, ആ മൈക്കൊന്ന് അന്നക്കുട്ടി അമ്മയുടെ അടുത്തേക്കൊന്ന് പിടിക്കാമോ വർഗീസ് അച്ഛാ? മൈക്കൊന്ന്. അന്നക്കുട്ടി അമ്മ, കമൽ സാറാണ് പറഞ്ഞത് അഭിനയം തകർത്തു എന്നാണ് കമൽ സാറ് പറഞ്ഞത്. കമൽ സാറൊക്കെ അങ്ങനെ പറയാന്ന് പറഞ്ഞാലേ ചെറിയ കാര്യമല്ല. എങ്ങനെയുണ്ട് അഭിനയിച്ചപ്പോ? എന്ത് തോന്നി? കരച്ചിലൊക്കെ ഒറിജിനൽ ആയിട്ട് വന്നതാണോ? അതെ. ആ സിനിമ കണ്ടിരുന്നോ അമ്മ? നേരത്തെ കണ്ടതാ, ഇപ്പഴെനിക്ക് ഓർമ്മയില്ല. ആണ് അല്ലേ? ഓക്കെ, കമൽ സാറാണ്. കമൽ സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആ സിനിമ സംവിധാനം ചെയ്തത് കമൽ സാറാണ്. കമൽ സാറിന് ഇഷ്ടപ്പെട്ടു നിങ്ങൾ രണ്ടുപേരുടെയും അഭിനയം. നമുക്ക് കമൽ സാറിനോട് ഒരു അവസരം ചോദിച്ചാലോ? കമൽ സാർ ഇനി ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവരെ രണ്ടുപേരെ കൂടി ഒന്ന് പരിഗണിക്കാമോ? തീർച്ചയായിട്ടും. ഇവരെ പോലുള്ളവരല്ലേ നമ്മുടെ പുതിയ കാലത്ത് ഇങ്ങനെയുള്ളവരൊക്കെ അല്ലേ. കാരണം ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അവരൊക്കെ മുൻകാലങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണത് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അവരുടെ ഒരു ആത്മാവിഷ്കാരമൊക്കെ, അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഈ വയസ്സുകാലത്ത് അതിനുള്ള ഒരു അവസരം കിട്ടിയപ്പോ അവർ എക്സ്പ്ലോർ ചെയ്തു. എന്തായാലും ഇവരെയൊക്കെ സിനിമയിൽ പരിഗണിക്കണം. അപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ തലമുറയിലെ കുട്ടികൾ ഒരുപാട് ഇങ്ങനത്തെ പുതിയ ആൾക്കാരെ പരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരൊക്കെ പരിഗണിക്കണത് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇവര് നേരത്തെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അല്ലെ? ഉണ്ടോ? നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്നോ എപ്പോഴെങ്കിലും? നാടകത്തില് അഭിനയിച്ചിരുന്നോ? ഇല്ല. ആദ്യമായിട്ടാണല്ലേ? എന്നിട്ടാണ് കറക്റ്റ് എക്സ്പ്രഷൻസ് ഒക്കെ വരികയാണ്. ഞാൻ മൈന്യൂട്ടായിട്ട് എക്സ്പ്രഷൻ, അത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. മമ്മൂട്ടിനെയാണ് ആവിഷ്കരിച്ചതെന്ന് ആലോചിക്കണം വർഗീസ് അച്ഛാ. അതെ. അവസാനം ഈ ഇവര് പറഞ്ഞതിന് ശേഷം, അതായത് വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കരനോട് എനിക്ക് സ്നേഹമാണെന്ന് പറഞ്ഞതിന് ശേഷം മമ്മൂക്കാട് റിയാക്ഷൻ ഉണ്ട് മേലോട്ട് ഇങ്ങനെ നോക്കിയിട്ട്. അത് നമുക്ക് മനോഹരമായിട്ട് ചെയ്തതാണ്. അതേപോലെ വർഗീസ് അച്ഛൻ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് മുമ്പുള്ള ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ അമ്മയുടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. ഭാനുപ്രിയാണ് അഭിനയിച്ചത് ആ റോള്. അവരൊക്കെ എനിക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്തു. എന്തായാലും നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ സ്നേഹക്കൂടിലെ അന്തേവാസികൾ ഉണ്ടാവും. അവരെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം ഷോട്ടുകളൊക്കെ കൃത്യമായി കട്ട് ചെയ്ത് റിയാക്ഷൻസ് ഒക്കെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നമാതിരി ചെയ്തിരിക്കുകയാണ്. സന്തോഷം കമൽ സാർ ചേർന്നതിൽ. അത് അവർക്കും സന്തോഷം. വളരെ സന്തോഷം. 90 വയസ്സ് കഴിയുമ്പോഴൊക്കെ ഈ ആഗ്രഹങ്ങളെ ഇങ്ങനെ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പൊ അമ്മ എന്തെങ്കിലും ഇനി ആഗ്രഹങ്ങളുണ്ടോ ജീവിതത്തിൽ? ബാക്കി നിൽക്കുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ അമ്മയ്ക്കും അച്ഛനും? അന്നക്കുട്ടി അമ്മ ജീവിതത്തിൽ ബാക്കി
എന്തോ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്ന എന്തെങ്കിലും ബാക്കി ആഗ്രഹമുണ്ടോ? നിൽക്കുന്ന നിമിഷങ്ങൾ ആരെന്ന് പറഞ്ഞാൽ ഓ. ബാക്കി വലിയ ആഗ്രഹമൊന്നുമില്ല. സമയം ഇത്രയായില്ലേ. സമയമൊന്നും ആയില്ല. 92 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വലിയ സമയമാകുന്നു. എന്തെങ്കിലും ചെറിയ ആഗ്രഹങ്ങൾ? അത് പുതിയതായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് പറയുന്നതനുസരിച്ച് ചെയ്യുന്നത്. എവിടെയെങ്കിലും യാത്രയൊക്കെ പോകാനൊക്കെ ആഗ്രഹമുണ്ടോ അമ്മയ്ക്ക്? ഒരു സിനിമയിൽ അഭിനയിക്കണം? ഇവിടെ അതൊക്കെ നടക്കും സാറേ. നടക്കാം കേട്ടോ. എല്ലാ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞെന്നാൽ അങ്ങനെ ചെയ്യുക, അല്ലാതെ അതിന് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഇത് ഉഷാറായി തന്നെ നടക്കട്ടെ കേട്ടോ. അപ്പോൾ കമൽ സാറൊക്കെ ഇത് കണ്ടു, ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ ചിലപ്പോൾ ബന്ധപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും കമൽ സാറിനെ നിങ്ങൾ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ വർഗീസ് അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല കാര്യം. പറയാനുണ്ട്. പറഞ്ഞാട്ടെ. സുഖമായിട്ടിരിക്കുന്നു, അത്ര തന്നെ. ഇനി ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, എവിടെയെങ്കിലും യാത്ര പോകണമെന്നോ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഈ ചെറുപ്പകാലത്ത്? ഉണ്ട് പോകണം, തീർച്ചയായിട്ടും പോകണം. ഓക്കെ. ഈ സ്നേഹക്കൂട്ടിൽ ഒരുപാട് പേര് അന്തേവാസികളുണ്ട്. ഇതിന്റെ സംവിധാനം ആരാ നിർവഹിച്ചത്? അവിടുത്തെ കമൽ സാർ ആരാ? എന്താ അവിടുത്തെ സംവിധായകൻ ആരായിരുന്നു? ഇത് ആരാ പറഞ്ഞൊക്കെ തന്നത്, പഠിപ്പിച്ചത്? കമല്. അല്ലല്ല, അത് യഥാർത്ഥത്തിൽ മമ്മൂട്ടിയും ഭാനുപ്രിയയും വെച്ച് ചെയ്തത്. ഇത് വർഗീസ് അച്ഛനെയും അന്നക്കുട്ടി അമ്മയും വെച്ച് ചെയ്തതാരാ? അതെ തീർച്ചയായിട്ടും. ഇതാണ് സംവിധായിക. കമൽ സാറേ, നമ്മുടെ സംവിധായിക വന്നിട്ടുണ്ട്. ഓ സന്തോഷം. എന്തായാലും കൺഗ്രാചുലേഷൻസ്. കാരണം ഇത്രയും നന്നായിട്ട് അത് ഇവരെ കൊണ്ട് പെർഫോം ചെയ്യിച്ചു, നന്നായിട്ട് അത് ഷൂട്ട് ചെയ്തു. വളരെ സന്തോഷം. അഭിനന്ദനങ്ങൾ. ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ, നമ്മുടെ സംവിധായിക ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. മൈക്ക് ഒന്ന് കൊടുക്കാമോ വർഗീസ് അച്ഛാ? ഓക്കെ സാർ, വളരെയധികം സന്തോഷം. നമ്മളിവിടെ ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇവരുടെ പ്രായം ശരിക്കും അമ്മയ്ക്ക് 92 വയസ്സാണ്, അച്ഛന് 89 വയസ്സാണ്. അതുകൊണ്ടാണ് ഈ കേൾക്കുന്നതിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായത്. പക്ഷേ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപടി അവരത് ചെയ്യാറുണ്ട്. ശരിക്കും ഇവരിലൊക്കെ ഉറങ്ങിക്കിടക്കുന്നവർ ശരിക്കും കലാകാരന്മാരാണ്. ഇവരൊക്കെ വീടുകളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട് സ്നേഹക്കൂട്ടിലെത്തിയവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ തുടങ്ങിയ ഒരു ചെറിയൊരു സംഭവമാണ് ഈ റീൽസ്. അപ്പം ഇങ്ങനൊരു റീൽസ് എടുക്കുമ്പം കുറേയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവരെ കൊണ്ട് ഇങ്ങനത്തെ റീൽസ് നമ്മൾ എടുപ്പിക്കുന്നത്. കാരണം ഓരോന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ അവർക്ക് സ്റ്റാറാകാൻ പറ്റി. ഒരുപാട് ആളുകൾ അവരെ അറിയുന്നുണ്ട്. അതുപോലെ സാറിനെ പോലെ ഉള്ള ആളുകൾക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതിനകത്ത്. ഇവർക്ക് അത് എത്രമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു പ്രായത്തിൽ സാറിനോട് സംസാരിക്കാൻ പറ്റിയത്, സാർ ഇവരെ കാണാനായിട്ട് ലൈവിൽ വന്നത്, അതൊക്കെ എത്രമാത്രം ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഒത്തിരി സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും ഇത് തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര നാളായി വർഗീസ് അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിട്ട് സ്നേഹക്കൂട്ടിൽ? കുറെ കാലമായോ സാർ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. എത്ര കാലമായി ഇവർ രണ്ടുപേരും അവിടെ വന്നിട്ട്, നമ്മുടെ സ്നേഹക്കൂട്ടിലെത്തിയിട്ട്? ഇവർ വന്നിട്ട് വർഗീസ് അച്ഛൻ വന്നിട്ട് 5 വർഷമായി. അച്ഛൻ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് സ്നേഹക്കൂട്ടിലെത്തിയ ഒരാളാണ്. അതുപോലെ നമ്മളെ അന്നമ്മ 6 മക്കളുണ്ട്. 5 മക്കൾ മരണപ്പെട്ട് ഒരു മോൻ വയ്യാതെ വന്നപ്പോൾ നോക്കാൻ ആരുമില്ലാതെയാണ് അമ്മ കട്ടപ്പനയിൽ നിന്നാണ് സ്നേഹക്കൂട്ടിലെത്തുന്നത്. അമ്മ വന്നിട്ട് 3 വർഷമായി. അച്ഛൻ ഒരുപാട് റീൽസ് ചെയ്യുന്ന ഒരാളാണ്. അമ്മ ഈ അടുത്ത കാലത്താണ്, 1 വർഷമായുള്ളൂ റീൽസുകൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. എങ്കിലും ഇവർ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്ന ഈ റീൽസ് എല്ലാം ഭയങ്കര ഹിറ്റാകാറുണ്ട്. കാരണം ഇവരുടെ ഒരു പ്രായവും അവരുടെ ഒരു അഭിനയവും ഒക്കെ വെച്ചിട്ടാണ് അതെല്ലാം ഹിറ്റാകാറുള്ളത്.
അവർ ശരിക്കും അവർക്ക് ഇതിൻ്റെ ഒരു എന്താണ് ഒരു സന്തോഷം എത്രമാത്രം പങ്കുവയ്ക്കാൻ പറ്റുന്നു എന്നുള്ളത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കമൽ സാറേ, ഞങ്ങൾ ആ സ്ഥലത്തെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അന്തേവാസികളുണ്ട്, അവരെ കൂടി ഒന്ന് കാണിച്ചേക്കാം. ഈ നിരവധി ആളുകളുണ്ട് കേട്ടോ. ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിൽ കുറച്ചുകൂടിയൊക്കെ അവരുടെ കുടുംബത്തിലായിരുന്നെങ്കിൽ ഈ റീലുകൾക്ക് കുറച്ചുകൂടി വേറൊരു സ്വഭാവവും സൗന്ദര്യമൊക്കെ വരുമായിരുന്നു. ഇതിന് മറ്റൊരു സ്വഭാവം. അതാ ഇത്രയും അധികം ആളുകൾ അവിടെയുണ്ട്. ഒരുപക്ഷെ കമൽ സാറിന് അത് കാണാൻ പറ്റുന്നുണ്ടാവും. അവരെല്ലാം ഈ പരിപാടി കാണുന്നുണ്ട്. ഇത്രയും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആ പരിപാടി കാണുന്നുണ്ട്. എല്ലാവരും 70 വയസ്സ് 80 വയസ്സുള്ളവരാണ് അവിടെ നിൽക്കുന്നത്. വലിയ സ്ക്രീനിലാണ് ഈ പരിപാടി അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതെ അതെ അതെ. ഇത് കോട്ടയത്തല്ലേ ഈ സ്ഥലം? അതെ അതെ അതെ, കോട്ടയത്താണ്. സന്തോഷം കമൽ സാർ. അപ്പോൾ നല്ല വാക്ക്. അവർക്കും ഈ ഒരു സമയത്ത് അമ്മയൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ലൈവ് ദൃശ്യങ്ങളാണ്. അമ്മമാരോട് കമൽ സാറിന് വേണമെങ്കിൽ ഒരു ഹായ് പറയാം. 100 കണക്കിന് അമ്മമാരുണ്ട് കേട്ടോ അവിടെ. എല്ലാവരോടും എന്റെ സന്തോഷം അറിയിക്കുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ ഈ സന്തോഷ നിമിഷങ്ങൾ എന്ന് പറയുന്നത് നമുക്കിതൊക്കെ കാണുമ്പോൾ ജീവിതത്തിനോട് ഒരു പ്രത്യാശ കൂടുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യർ ഒരുപാടുണ്ട്. അവരാരും നിരാശരാകേണ്ടതില്ല. പുതിയ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തുറന്നിട്ട് എന്തും ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സന്തോഷിക്കുക. ബാക്കിയുള്ള ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു കമൽ സാർ. ഒരു കാര്യം കൂടി, ഇത് റിപ്പോർട്ടർ ചാനലിൽ ഇങ്ങനെ ഈ ഒരു പരിപാടി സംപ്രേഷണം ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തണമല്ലോ. ഇപ്പൊ റീൽസ് കാണാത്തവരുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് വീടുകളിലേക്കുള്ള ആൾക്കാരുണ്ടല്ലോ, വയസ്സായ സ്ത്രീകളും അമ്മമാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയൊരു എൻകറേജ്മെന്റ് ഉണ്ടല്ലോ, അതും കൂടിയാണിത്. ഏതായാലും റിപ്പോർട്ടർ ചാനലിലും എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇത് സംപ്രേഷണം ചെയ്തതിൽ. താങ്ക് യു കമൽ സാർ. അപ്പോൾ നമ്മുടെ സ്നേഹക്കൂട്ടിലെ എല്ലാ അമ്മമാർക്കും ഒരു നമസ്കാരം, ഒരു ഹായ്, ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് നേരുന്നു എല്ലാവർക്കും. ഓണവേഷത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് എല്ലാവരും. അപ്പോൾ എല്ലാ അമ്മമാർക്കും എല്ലാ അച്ഛന്മാർക്കും സ്നേഹം. അപ്പോൾ ഹാപ്പി ഓണം. ഹായ്. പറയാം. ഞങ്ങൾക്കും വളരെയധികം ഞങ്ങൾക്കും വളരെയധികം സന്തോഷം. കമൽ സാറിനും റിപ്പോർട്ടർ ചാനലിനും ഹാപ്പി ഓണം. എല്ലാവരോട് ചേർന്നിട്ടൊരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു കമൽ സാർ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കമൽ സാർ പറഞ്ഞതുപോലെ ജീവിതത്തിൽ എത്ര ബാക്കിയുണ്ട് അല്ലേ? ചിത്രശലഭങ്ങൾ എണ്ണുന്നത് നിമിഷങ്ങൾ മാത്രമാണ് എന്നാണ്. പക്ഷേ നിമിഷങ്ങൾ എണ്ണുന്ന ചിത്രശലഭങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും ജീവിതത്തിൽ വർഷങ്ങൾ എണ്ണുന്ന മനുഷ്യർ അവരെന്താ ഹാപ്പി അല്ലാത്തത് അല്ലേ? അപ്പോൾ നമുക്ക് എവിടെയും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എത്ര സർവകലാശാലയിൽ പഠിച്ചാലും ചിത്രശലഭങ്ങൾ പഠിച്ച സർവകലാശാലയിലേക്ക് ഇനിയും മലയാളി എത്തിയിട്ടില്ല, അല്ലെങ്കിൽ മനുഷ്യൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഉള്ള നിമിഷങ്ങൾ ആസ്വദിക്കാൻ